എല്ലാവർക്കും പ്രജൂസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പനീർ ഫ്രൈ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നീ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പനീർ ക്യൂബ്സ് 150 ഗ്രാം ചേർത്ത ശേഷം ഇത് പൊടിഞ്ഞു പോവാതെ പതുക്കെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മസാലകൾ എല്ലാം നല്ലതുപോലെ പനീറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല നന്നായി പനീറിൽ പിടിക്കുന്നതിനായി 10 മുതൽ 15 മിനിറ്റ് വരെ മാറ്റി വയ്ക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി തുടങ്ങുമ്പോൾ തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ഓരോ പീസസായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ നേരം ഫ്രൈ ചെയ്താൽ പനീറിൻ്റെ സോഫ്റ്റ്നെസ് പോവും. അതുകൊണ്ട് 3 മുതൽ 4 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഒരു സൈഡ് ബ്രൗൺ നിറമാവുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ വശവും ബ്രൗൺ നിറമാവുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യുക. ഈ പനീർ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ഓൾ.